നമസ്കാരം, ഋഷിഭക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വിഷു കഴിഞ്ഞിരിക്കുകയാണ്. വിഷുവിനും 10-ാം ഉദയത്തിനും ഇടയ്ക്കായ ദിവസങ്ങൾ വളരെയേറെ വിശേഷപ്പെട്ട ദിവസങ്ങളാണ്. സൂര്യന്റെ ഉച്ചരാശിയാണ് മേടം രാശി. സൂര്യൻ മേടം രാശിയിൽ നിൽക്കുന്ന സമയമാണ് മേടമാസം. ഈ ദിവസങ്ങളൊക്കെ തന്നെ അതീവ വിശേഷ ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിലൊക്കെ ദാനം ചെയ്യുന്നത് വളരെ വിശേഷമാണ്. അതുപോലെ തന്നെ 10-ാം ഉദയത്തിന് മുൻപുള്ള ദാനങ്ങളും വളരെ വിശേഷമാണ്. വിഷു കഴിഞ്ഞിരിക്കുകയാണ്. 10-ാം ഉദയത്തിന് മുമ്പായിട്ട് ദാനം ചെയ്യുക, കഴിവുള്ള രീതിയിൽ നിങ്ങളുടേതായിട്ടുള്ള ശക്തിക്കൊത്ത രീതിയിൽ ദാനം ചെയ്യുന്നത് വളരെയേറെ ഗുണപ്രദമാണ്. ഓരോ കാര്യങ്ങളും ദാനം ചെയ്താലുള്ള ഫലങ്ങളെ നമുക്ക് നോക്കാം. അതായത് 10-ാം ഉദയത്തിന് മുൻപായി ഓരോ കാര്യങ്ങൾ ദാനം ചെയ്യുന്നത് വഴി എന്തെല്ലാം ഫലങ്ങൾ ലഭിക്കുമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വിഷു മുതൽ തുടർന്നു വരുന്ന 10-ാം ഉദയം വരെയുള്ള ദിവസങ്ങളിൽ ദാനം ചെയ്യുന്നത് വളരെ വിശേഷമാണ്. ഇങ്ങനെ ചെയ്യുന്ന ദാനത്തിന് അത്ഭുത ഫലങ്ങൾ ലഭിക്കുമെന്നാണ് വിശ്വാസം. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പുണ്യപ്രവൃത്തിയാണ് ദാനം എന്നുള്ളത്. ദാനം ലഭിക്കുന്ന ആൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലായിരിക്കണം ദാനം. അർഹതയുള്ള കൈകളിലേക്കാകണം ദാനം. എന്നാൽ മാത്രമേ അതിന് പൂർണ്ണ ഫലസിദ്ധി ലഭിക്കുകയുള്ളൂ. ഉത്തമമായിട്ടുള്ള ദാനം എല്ലാ ഗ്രഹദോഷങ്ങളെയും ഇല്ലാതാക്കുമെന്നാണ്. പ്രതിഫലേച്ഛയില്ലാതെ അർഹതയുള്ളവർക്ക് ദാനം ചെയ്യുമ്പോൾ ഉത്തമമായിട്ടുള്ള ദാനമായി അത് മാറുന്നു. അർഹത അറിഞ്ഞ് ദാനം ചെയ്യുക എന്നാണ്. അതായത് പാത്രം അറിഞ്ഞ് ദാനം ചെയ്യുക എന്നും പാത്രം അറിഞ്ഞ് ഭിക്ഷ കൊടുക്കുക എന്നും ഒക്കെ പഴമക്കാർ പറഞ്ഞിരുന്നു. അതായത് ദാനം ചെയ്യുന്നത് അർഹതപ്പെട്ടവർക്കായിരിക്കണം എന്ന് മാത്രം. നമുക്കിനി ഓരോ ദാനത്തിന്റെയും മഹാത്മ്യം ഒന്ന് പരിശോധിക്കാം. പാപങ്ങളെല്ലാം ഇല്ലാതാക്കാൻ ഗോദാനമാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ളത്. ശനിദോഷ ശാന്തിക്കായിട്ട് എള്ള് ദാനം ചെയ്യാവുന്നതാണ്. ഐശ്വര്യം ലഭിക്കാനായിട്ട് വസ്ത്രം ദാനം ചെയ്യാവുന്നതാണ്. പാപശാന്തിക്കായിട്ട് സ്വർണം ദാനം ചെയ്യാവുന്നതാണ്. ദുരിതങ്ങളെല്ലാം ഇല്ലാതാക്കുന്നതിനായിട്ട് വെള്ളി ദാനം ചെയ്യാവുന്നതാണ്. താലിയും പട്ടും ദാനം ചെയ്യുന്നത് സ്ത്രീകളുടെ ശാപത്തെ ഇല്ലാതാക്കും. സാളഗ്രാമം ദാനം ചെയ്യുക വഴി മോക്ഷം ലഭിക്കുമെന്നാണ്. ഏതെങ്കിലും തരത്തിലുള്ള ശാപം ഉള്ളവർ ശാപമോക്ഷത്തിനായി ശിവലിംഗം ദാനം ചെയ്യുക. ബ്രാഹ്മണ ശാപം പോലെയുള്ള ദോഷങ്ങളെ പോലും രുദ്രാക്ഷം ദാനം ചെയ്യുക വഴി ഇല്ലാതാകുന്നതാണ്. മുൻജന്മങ്ങളിലെ ദുരിതങ്ങൾ ഇല്ലാതാക്കാനായിട്ട് ശംഖ് ദാനം ചെയ്യാവുന്നതാണ്. കാര്യസിദ്ധിക്കായി പഴവർഗ്ഗങ്ങൾ ദാനം ചെയ്യാവുന്നതാണ്. പാപശമനത്തിനായി അന്നദാനം നടത്താവുന്നതാണ്. സന്താന ലബ്ധിക്കായി പാൽപായസം ദാനം ചെയ്യാവുന്നതാണ്. രക്തചന്ദനം ദാനം ചെയ്യുന്നത് രോഗത്തെ ഇല്ലാതാക്കുന്നതാണ്. ശത്രുദോഷ ശാന്തിക്കായി കൂവളച്ചെടി ദാനം ചെയ്യാവുന്നതാണ്. മോക്ഷപ്രാപ്തിക്കായിട്ട് തുളസിയും ദാനം ചെയ്യാവുന്നതാണ്. ധന ഐശ്വര്യ ലബ്ധിക്കായി നെല്ലിച്ചെടി ദാനം ചെയ്യാവുന്നതാണ്. രോഗശാന്തിക്കും ആരോഗ്യം കൈവരിക്കാനുമായി ആര്യവേപ്പിന്റെ ചെടി തയ്യ് ദാനം ചെയ്യാവുന്നതാണ്. എല്ലാവിധത്തിലുമുള്ള ശാപദോഷത്തെ ഇല്ലാതാക്കുന്നതിനും വിശേഷിച്ച് ഗുരുശാപത്തെ ഇല്ലാതാക്കുന്നതിനുമായി തെങ്ങിൻ തൈ ദാനം ചെയ്യുന്നത് വിശേഷമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത രുദ്രാക്ഷ മഹാത്മ്യത്തെ കുറിച്ചുള്ള ഒരു വീഡിയോയിൽ രുദ്രാക്ഷം ദാനം ചെയ്താലുള്ള ഫലത്തെ ഒരു പ്രേക്ഷകൻ ചോദിച്ചിരുന്നു. ഇപ്പോൾ ആ സംശയത്തിന് നിവൃത്തിയായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതായത് ബ്രാഹ്മണ ശാപം പോലെയുള്ള ഏത് ശാപത്തെയും ഇല്ലാതാക്കുന്നതിന് രുദ്രാക്ഷ ദാനം സഹായിക്കുമെന്നാണ്. അതേപോലെ തന്നെ വിശേഷമായിട്ട് ഓരോ ഗ്രഹങ്ങളുടെ ദോഷത്തിനനുസരിച്ച് ആ ഗ്രഹങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വസ്തുക്കളും നമുക്ക് ദാനം ചെയ്യാവുന്നതാണ്. സൂര്യഭഗവാന് പ്രിയമുള്ള ദിവസമാണ് ഞായറാഴ്ച ദിവസം. അതുകൊണ്ട് തന്നെ അന്നേ ദിവസം സൂര്യപ്രീതിക്കായിട്ട് ഗോതമ്പ് ദാനം ചെയ്യാവുന്നതാണ്. കൂടാതെ ശർക്കര, ചെമ്പ് എന്നിവയും ദാനം ചെയ്യാം. ചുവപ്പോ ഓറഞ്ചോ നിറമുള്ള വസ്ത്രം ദാനം ചെയ്യുന്നതും വിശേഷമാണ്. തിങ്കളാഴ്ചയാണ് ചന്ദ്രന് പ്രാധാന്യമുള്ള ദിവസം. തിങ്കളാഴ്ച ദിവസം വെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നത് വിശേഷമാണ്. കൂടാതെ വെള്ളി, പാൽ, കൽക്കണ്ടം, പഞ്ചസാര, അരി, വെള്ള നിറത്തിലുള്ള മറ്റു വസ്തുക്കൾ ഇവയൊക്കെ ദാനം ചെയ്യുന്നത് ചന്ദ്രദോഷത്തെ ഇല്ലാതാക്കും. ചൊവ്വ എന്ന ഗ്രഹത്തിന്റെ വിശേഷ ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നത് വിശേഷമാണ്. കൂടാതെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രയോജനപ്പെട്ട വസ്തുക്കളും ദാനം ചെയ്യുന്നത് ചൊവ്വാദോഷത്തെ ഇല്ലാതാക്കും. തുവര, ശർക്കര, ചെമ്പ്, രക്തചന്ദനം എന്നിവയും ദോഷശാന്തിക്കായിട്ട് ചൊവ്വാഴ്ച ദിവസം ദാനം ചെയ്യാവുന്നതാണ്. ബുധന്റെ ദോഷപരിഹാരത്തിനായിട്ട് ബുധനാഴ്ച ദിവസം ദാനം ചെയ്യാവുന്നതാണ്. പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ, മറ്റെന്തെങ്കിലും സാധന സാമഗ്രികൾ ഇവയൊക്കെ ബുധനാഴ്ച ദിവസം ദാനം ചെയ്യുന്ന വിശേഷമാണ്. ചെറുപയർ, പച്ചക്കറികൾ, വൃക്ഷത്തൈകൾ ഇവയൊക്കെ ബുധനാഴ്ച ദിവസം ദാനം ചെയ്യുന്ന വിശേഷമാണ്. ഇതുവഴി ഐശ്വര്യത്തെയും അറിവ് ലഭിക്കുന്നതിനും ഒക്കെ സഹായിക്കും.
വ്യാഴം എന്ന ഗ്രഹത്തിന്റെ ഇഷ്ട ദിവസമാണ് വ്യാഴാഴ്ച ദിവസം. അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച ദിവസം സ്വർണം, മഞ്ഞൾ, കടല, ശർക്കര, പനങ്കൽക്കണ്ടം, കടലപ്പരിപ്പ്, മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ, മറ്റ് മഞ്ഞൾ നിറത്തിലുള്ള വസ്തുവകകൾ ഇവയൊക്കെ ദാനം ചെയ്യുന്നത് വിശേഷമാണ്. ശുക്രന്റെ പ്രാധാന്യമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസം ശുക്രദോഷ പരിഹാരത്തിനായി ദാനങ്ങൾ ചെയ്യാവുന്നതാണ്. വെള്ളി, തൈര്, അമര, നാണയങ്ങൾ എന്നിവയൊക്കെ ഈ ദിവസം വിശേഷമായി ദാനം ചെയ്യാം. കൂടാതെ വെള്ള വസ്ത്രങ്ങളും വെള്ള സാധന സാമഗ്രികളും ഒക്കെ ദാനം ചെയ്യുന്നതും വിശേഷമാണ്. ശനിക്ക് പ്രാധാന്യമുള്ള ദിവസമാണ് ശനിയാഴ്ച ദിവസം. ശനിയാഴ്ച ദിവസം എള്ള് ദാനം ചെയ്യുന്നത് ശനിദോഷ ശാന്തിക്ക് ഉത്തമമാണ്. കൂടാതെ കറുത്ത വസ്ത്രം, എള്ള് കലർന്ന ഭക്ഷണങ്ങൾ, ഇരുമ്പ് എന്നിവ ദാനം ചെയ്യുന്നതും വിശേഷമാണ്. കൂടാതെ ശർക്കര ദാനം ചെയ്യുന്നതും വിശേഷമാണ്. കാക്കയ്ക്ക് ഭക്ഷണം നൽകുന്നതും വിശേഷമാണ്. ഇതെല്ലാം ശനിപ്രീതികരമാണ്, ശനിദോഷത്തെ ഇല്ലാതാക്കുന്നതാണ്. ശനിയാഴ്ച ദിവസം തന്നെയാണ് രാഹുവിനും ദാനം ചെയ്യേണ്ടത്. ശനിവദ് രാഹു എന്നാണ്. ശനിയാഴ്ച ദിവസം ഉഴുന്ന് ദാനം ചെയ്യുന്നത് രാഹു ദോഷത്തെ ഇല്ലാതാക്കും. കൂടാതെ കറുപ്പ്, നീല എന്നീ നിറങ്ങളിലുള്ള വസ്ത്രങ്ങളോ മറ്റു സാധനങ്ങളോ ഒക്കെ ദാനം ചെയ്യാവുന്നതാണ്. കടുക്, ചന്ദനം എന്നിവയും ദാനം ചെയ്യുന്നത് രാഹു ദോഷത്തെ ഇല്ലാതാക്കും. കേതു പ്രീതികരമായിട്ട് ചൊവ്വാഴ്ച ദിവസമോ ശനിയാഴ്ച ദിവസമോ ഞായറാഴ്ച ദിവസമോ ദാനങ്ങൾ ചെയ്യാവുന്നതാണ്. കേതു ദോഷ പരിഹാരത്തിനായിട്ട് ശനിയാഴ്ച ദിവസം വൈകിട്ടാണ് വിശേഷമായി പറഞ്ഞിട്ടുള്ളത്. കേതു പ്രീതികരത്തിനായിട്ട് ചൊവ്വാഴ്ച ദിവസം പൂർണ്ണമായിട്ട് ഉപയോഗിക്കാം. ഞായറാഴ്ചയാണെങ്കിൽ ഞായറാഴ്ച രാവിലെയും ശനിയാഴ്ചയാണെങ്കിൽ ശനിയാഴ്ച വൈകിട്ടുമാണ് ദാനം ചെയ്യേണ്ടത്. കേതു പ്രീതിക്കായിട്ട് മുതിര, പാൽ ഇവയാണ് ദാനം ചെയ്യേണ്ടത്. കൂടാതെ ചുവന്ന വസ്ത്രങ്ങളെയും ദാനം ചെയ്യാം. 10-ാം ഉദയം തുടങ്ങിയ വിശേഷ ദിവസങ്ങളിൽ ചെയ്യേണ്ട ദാനങ്ങളും അവയുടെ പ്രാധാന്യവുമാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിച്ച. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.